ബഹുമാനപ്പെട്ട അംഗങ്ങളെ, ഞാൻ ഇന്ന് യോഗത്തിന് ശകലം താമസിച്ചാണ് വന്നത്. എൻ്റെ കുട്ടിയുടെ PTA പോയിരിക്കുകയായിരുന്നു. PTA നമ്മുടെ കുട്ടിയെക്കുറിച്ചുള്ള വ്യക്തിഗത വിലയിരുത്തൽ രേഖ നമുക്കിന്ന് അതിനെക്കുറിച്ച് ഇന്ന് ക്ലാസ് എടുത്ത് അധ്യാപകർ അത് നിങ്ങളെല്ലാം കാണിക്കണമെന്ന് തോന്നി. എൻ്റെ കുട്ടിയുടെ വ്യക്തിഗത വിലയിരുത്തൽ രേഖയാണിത്. 75ഓളം കാര്യങ്ങൾ ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾക്ക് പോലും നമ്മുടെ കുട്ടിയെക്കുറിച്ച് അറിയാത്ത കഴിവുകൾ നമ്മുടെ അധ്യാപകർ കണ്ടെത്തി അതിനെക്കുറിച്ച് ഒരു വിലയിരുത്തലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ഞാനിങ്ങനെ ആലോചിച്ചിരിക്കുമായിരുന്നു എൻ്റെ കുട്ടി എവിടെ ചേർക്കണം, ഏത് സ്കൂളിൽ ചേർക്കണമെന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുമായിരുന്നു. ഈ രേഖ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇവിടെ തന്നെ ചേർക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ആലപ്പുഴ ജില്ലയിലെ വെളിയനാട് ഉപജില്ലയിൽ പ്രവർത്തിക്കുന്ന കാവാലം ഗവൺമെൻറ് LP സ്കൂൾ നിരന്തര വിലയിരുത്തലുമായി ബന്ധപ്പെട്ട സവിശേഷവും നൂതനവുമായ ഒരു പ്രയോഗ പദ്ധതി തന്നെ വികസിപ്പിച്ചെടുത്ത് പൊതുവിദ്യാലയങ്ങൾക്ക് ഒരു വിലയിരുത്തൽ മാതൃക സൃഷ്ടിച്ചിരിക്കുകയാണ്. വിലയിരുത്തൽ പ്രക്രിയയിൽ കുട്ടിക്കും പങ്കാളിത്തം നൽകുക. ക്രമീകൃതമായ പ്രൊഫോർമകളിൽ വിലയിരുത്തൽ രേഖ തയ്യാറാക്കി സൂക്ഷിക്കുക. വിലയിരുത്തൽ തത്സമയം കുട്ടിയുമായും രക്ഷകർത്താവുമായും പങ്കുവയ്ക്കുക. വിവിധ മേഖലകളിലെ പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ വിദ്യാർത്ഥിയുടെയും സമഗ്രമായ വിലയിരുത്തൽ രേഖ തയ്യാറാക്കുക. ഇത് ക്ലാസ് PTA-കളിൽ രക്ഷകർത്താവിന് ലഭ്യമാക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് ഈ പ്രയോഗ പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കിയത്. പഠനത്തിനായുള്ള വിലയിരുത്തൽ തന്നെ പഠനം എന്നീ സങ്കല്പങ്ങൾക്ക് അനുയോജ്യമായ ഒരു പ്രയോഗരീതിയായിട്ടാണ് വിദ്യാലയം ഇത്തരമൊരു മൂല്യനിർണ്ണയ രീതി നടപ്പിലാക്കിയത്. ടേം മൂല്യനിർണ്ണയത്തേക്കാൾ കൂടുതൽ പ്രാധാന്യമുള്ളതാണ് നിരന്തര മൂല്യനിർണ്ണയം. നിരന്തര മൂല്യനിർണ്ണയത്തിന് 5 മേഖലകളാണ് നിശ്ചയിച്ചിരുന്നത്. ഓരോ മേഖലയിലെയും പ്രവർത്തനങ്ങളെ വിലയിരുത്തി ഓരോ കുട്ടിയുടെയും പ്രകടനങ്ങൾ അപ്പോൾ തന്നെ രേഖപ്പെടുത്തി അത് PDF ആക്കി രക്ഷിതാക്കളിൽ വാട്സാപ്പ് വഴി എത്തിക്കുന്നു. 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സുകളിലാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കി വന്നത്. നിരന്തര വിലയിരുത്തലിന് പഠന പ്രക്രിയ, പോർട്ട്ഫോളിയോ, യൂണിറ്റ് ടെസ്റ്റ് എന്നിങ്ങനെ 3 മേഖലകളാണ് പാഠ്യപദ്ധതി നിഷ്കർഷിക്കുന്നത്. ഇതിൽ പഠന പ്രക്രിയയെ 3 ഉപമേഖലകളായി തിരിക്കുന്നു. ക്ലാസ് പ്രകടനങ്ങൾ, പാഠപുസ്തക പ്രവർത്തനങ്ങൾ, നോട്ട്ബുക്ക് പ്രവർത്തനങ്ങൾ. കുട്ടിയുടെ പ്രതികരണങ്ങൾ, ധാരണകൾ, പ്രവർത്തനങ്ങളിലെ പങ്കാളിത്തം തുടങ്ങിയവ പരിഗണിച്ചാണ് ക്ലാസ് പ്രകടനത്തിൻ്റെ സ്കോർ നിശ്ചയിക്കുന്നത്. കുട്ടിയുടെ രചനകൾ, ഉൽപ്പന്നങ്ങൾ, പതിപ്പുകൾ, ശേഖരങ്ങൾ തുടങ്ങിയവയാണ് പോർട്ട്ഫോളിയോയിൽ പരിഗണിക്കപ്പെടുക. അങ്ങനെ വിലയിരുത്തലിന് പ്രകടനം, പാഠപുസ്തകം, നോട്ട്ബുക്ക്, പോർട്ട്ഫോളിയോ, യൂണിറ്റ് ടെസ്റ്റ് എന്നിങ്ങനെ 5 മേഖലകൾ നിശ്ചയിച്ചിരിക്കുന്നു. തുടർന്ന് ഇവയുടെ ശരാശരി സ്കോർ കണക്കാക്കുന്നു. അങ്ങനെ ഓരോ പഠന നേട്ടത്തിൻ്റെയും ഓവറോൾ ഗ്രേഡ് തയ്യാറാക്കുന്നു. ഇത് യൂണിറ്റ് തലത്തിൽ ക്രോഡീകരിച്ച് ടേം അവസാനിക്കുമ്പോൾ എല്ലാ കുട്ടികളുടെയും മുഴുവൻ വിഷയങ്ങളിലെയും മുഴുവൻ പഠന നേട്ടങ്ങളുടെയും വിലയിരുത്തൽ വിവരമടങ്ങിയ സമഗ്ര വിലയിരുത്തൽ രേഖയായി ഇത് വികസിക്കുന്നു. ഈ രേഖയിൽ കുട്ടിയുടെ വ്യക്തിത്വ ഗുണങ്ങൾ, സാമൂഹ്യ വൈകാരിക ശേഷികൾ, ബഹുമുഖ ബുദ്ധി നൈപുണികൾ, ഓരോ വിഷയവുമായി ബന്ധപ്പെട്ട പ്രധാന ശേഷികളും നൈപുണികളും തുടങ്ങി 70ഓളം വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും. ഒന്നാമതായി, ഒരു ക്ലാസ് റൂം പ്രവർത്തനം എങ്ങനെയാണ് വിലയിരുത്തപ്പെടുന്നത് എന്ന് കാണാം. ഇവിടെ ഗണിതവുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനം നടക്കുകയാണ്. ടീച്ചർ ലഭ്യമാക്കിയിരിക്കുന്ന സാമഗ്രികൾ ഉപയോഗിച്ച് ടീച്ചർ പറയുന്ന 3 അക്ക സംഖ്യയെ ചിത്രീകരിക്കുക എന്നതാണ് പ്രവർത്തനം. കുട്ടികൾക്ക് ഓരോരുത്തർക്കായി അവസരം ലഭിക്കുന്നു. സംഖ്യാവ്യാഖ്യാനത്തിനുള്ള കുട്ടിയുടെ ശേഷി ഈ ഘട്ടത്തിൽ ടീച്ചർ വിലയിരുത്തുന്നു.
ഓരോരുത്തരുടെയും പ്രകടനത്തിന് ശേഷം മറ്റു കുട്ടികൾ കുട്ടിയുടെ ശേഷിയെ വിലയിരുത്തി സംസാരിക്കുന്നു. ഇത് ടീച്ചർ ഡിജിറ്റൽ സ്ക്രീനിൽ ക്രോഡീകരിച്ച് കുറിപ്പ് തയ്യാറാക്കുന്നു. രണ്ടാമതായി, പാഠഭാഗത്തെ പ്രവർത്തനങ്ങൾ എപ്രകാരമാണ് വിലയിരുത്തപ്പെടുന്നത് എന്ന് കാണാം. ശാസ്ത്രം, ഭാഷ, ചിത്രരചന ഇങ്ങനെ വ്യത്യസ്ത പഠന മേഖലകളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്യുവാനുള്ള നിർദ്ദേശങ്ങൾ അധ്യാപകർ കുട്ടികൾക്ക് അതാത് ക്ലാസ്സിൽ നൽകുന്നു. ഓരോ വിഷയത്തിലും കുട്ടികൾ ഈ പ്രവർത്തനങ്ങൾ ക്ലാസ്സുകളിൽ സ്വയം ചെയ്യുന്നു. ഓരോ കുട്ടിയുടെയും ശേഷികൾ വിലയിരുത്തൽ സൂചകങ്ങൾക്കനുസരിച്ച് ടീച്ചർ വിലയിരുത്തുകയും സ്കോറാക്കി മാറ്റുകയും ചെയ്യുന്നു. ചാർട്ടിൽ രേഖപ്പെടുത്തിയ സൂചകങ്ങൾ പരിശോധിച്ച് കുട്ടികൾ സ്വയം വിലയിരുത്തലും പരസ്പര വിലയിരുത്തലും നടത്തുന്നു. കുട്ടിയുടെ പുസ്തകം നോക്കുമ്പോൾ അന്ന് നടന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള മാർക്കുകൾ കാണിക്കാൻ കുട്ടിക്ക് വളരെ ഉത്സാഹമാണ്. നമുക്കും അത് കാണുമ്പോൾ അത് വളരെയധികം പ്രയോജനപ്പെടുത്തുന്നുണ്ട്. കാരണം കുട്ടിയുടെ ആ പഠന നിലവാരത്തിന് അനുസരിച്ചുള്ള ഗ്രേഡ് സാറ് കൊടുക്കുമ്പോൾ അത് കാണിക്കാനുള്ള ഉത്സാഹവും നാളെ അതെനിക്ക് കിട്ടുവാനുള്ള ഉത്സാഹത്തോടെ കാണിക്കുന്നതിനും അത് വളരെയധികം നല്ലതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. എൻ്റെ മകൻ്റെ നോട്ട് ബുക്ക് കാണുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എന്ന് വെച്ചാൽ ഒരു ദിവസം ഇച്ചിരി മാർക്ക് പുറകോട്ടാണെങ്കിൽ പോലും പിറ്റേ ദിവസം അത് മേടിച്ചെടുക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് വലിയൊരു സന്തോഷം തന്നെയാണ്. ഒരു നോട്ട്ബുക്ക് പ്രവർത്തനം വിലയിരുത്തപ്പെടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇംഗ്ലീഷ് ഭാഷാ പഠനവുമായി ബന്ധപ്പെട്ട് പിക്ചർ ഡിസ്ക്രിപ്ഷൻ എന്ന പ്രവർത്തനം കുട്ടി നോട്ട്ബുക്കിൽ തയ്യാറാക്കുകയാണ്. ടീച്ചർ സ്ക്രീനിൽ വിവരണത്തിനുള്ള ചിത്രം പ്രദർശിപ്പിക്കുന്നു. വിവരണം തയ്യാറാക്കുന്നതിന് സഹായകമാകുന്ന ചെറു ചോദ്യങ്ങൾ ടീച്ചർ ഉന്നയിക്കുന്നു. How many children are there? How many children? Two boys are playing. Okay. തുടർന്ന് ഓരോ കുട്ടിയും വ്യക്തിഗതമായി നോട്ട്ബുക്കിൽ ഡിസ്ക്രിപ്ഷൻ എഴുതുന്നു. തുടർന്ന് തങ്ങളുടെ രചനകൾ ഗ്രൂപ്പുകളിൽ പങ്കുവച്ച് മികവുകളും പോരായ്മകളും ചർച്ച ചെയ്യുന്നു. ഗ്രൂപ്പ് തലത്തിൽ രചനകൾ മെച്ചപ്പെടുത്തുന്നു. തുടർന്ന് വിലയിരുത്തൽ സൂചകങ്ങൾ കുട്ടികളുടെ സഹായത്തോടെ തയ്യാറാക്കി ടീച്ചർ പ്രക്രിയയും ഉൽപ്പന്നവും പരിഗണിച്ച് വിലയിരുത്തൽ സ്കോർ നൽകുന്നു. കുട്ടികൾക്ക് സ്ക്രീനിലൂടെ തങ്ങളുടെ സ്കോർ അതേസമയം തന്നെ കാണാൻ അവസരമുണ്ട്. ഇതേപോലെ ഓരോ വിഷയവുമായും ബന്ധപ്പെട്ടുള്ള വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങളും അവയുടെ ഭാഗമായി രൂപപ്പെടുന്ന ഉൽപ്പന്നങ്ങളും അതത് സമയം തന്നെ വിലയിരുത്തപ്പെടുന്നു. ഓരോന്നിൻ്റെയും നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കുട്ടിയുടെ സൂക്ഷ്മതല നൈപുണികൾ വിലയിരുത്താൻ ടീച്ചർ ഈ സന്ദർഭം പ്രയോജനപ്പെടുത്തുന്നു. ഇതേപോലെ കുട്ടികൾ തയ്യാറാക്കുന്ന സൂചകങ്ങൾ ഉപയോഗിച്ച് ക്ലാസ്സിൽ രൂപപ്പെടുന്ന പോർട്ട്ഫോളിയോ ഉൽപ്പന്നങ്ങളും തത്സമയം വിലയിരുത്തപ്പെടുന്നു. ഞാൻ എഴുതിയ നോട്ടുകൾ എൻ്റെ കൂട്ടുകാർ നോക്കി മികവുകളും പോരായ്മകളും പറയും. അത് നോക്കിയാണ് എനിക്ക് ഗ്രേഡുകൾ കിട്ടുന്നത്. ഗ്രേഡുകൾ കിട്ടുമ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ്. ഞങ്ങൾ വായിക്കുന്ന പാഠഭാഗങ്ങൾ വായിച്ചു കഴിയുമ്പോൾ ഞാൻ എത്രത്തോളം നന്നായി വായിച്ചിരിക്കുന്നതെന്ന് സാർ സ്ക്രീനിൽ രേഖപ്പെടുത്തും. എന്നെക്കുറിച്ച് എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് അറിയാൻ ഞങ്ങൾക്ക് ഭയങ്കര ആകാംക്ഷയാണ്. പല പ്രവർത്തനങ്ങളിലും ടീച്ചറല്ല ഞങ്ങൾ തന്നെയാണ് ഗ്രേഡുകൾ തീരുമാനിക്കുന്നത്. ചില പ്രവർത്തനങ്ങളിൽ ഞാൻ തന്നെ എൻ്റെ ഗ്രേഡുകൾ പറയും, എന്നിട്ട് എൻ്റെ കൂട്ടുകാർ അതിനെ തിരുത്തി പറയും. മുഴുവൻ യൂണിറ്റുകളുടെയും എല്ലാ പഠന നേട്ടങ്ങളുടെയും വിലയിരുത്തൽ സ്കോർ സമാഹരിച്ച് ടീച്ചർ ഓരോ കുട്ടിയുടെയും സമഗ്ര വിലയിരുത്തൽ രേഖ തയ്യാറാക്കുന്നു. ഈ രേഖ ക്ലാസ് PTA-യിൽ പ്രകാശനം ചെയ്ത് ടീച്ചർ ഓരോ രക്ഷിതാവിനും സമ്മാനിക്കുന്നു. പ്രിയ രക്ഷിതാക്കളെ, ഇന്ന് രണ്ടാം ടേം വിലയിരുത്തലിന് ശേഷമുള്ള ആദ്യത്തെ ക്ലാസ് PTA യോഗം നടക്കുകയാണല്ലോ. ഈ യോഗത്തിൽ നമ്മുടെ മക്കളുടെ വിവിധ മേഖലകളിലുള്ള കഴിവുകൾ അവർ പ്രകടിപ്പിക്കുകയും ആ കഴിവുകളെ തത്സമയം വിലയിരുത്തി ബൃഹത്തായ ഒരു രേഖ നമ്മുടെ ക്ലാസ്സിൽ വികസിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. സമഗ്ര വിലയിരുത്തൽ രേഖ. ഏകദേശം 75ഓളം കാര്യങ്ങളിൽ അവർ സൂക്ഷ്മമായി നിരീക്ഷിച്ച് ഏകദേശം 1 വർഷത്തോളം അതെല്ലാം ഡോക്യുമെൻ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഫയൽ. ഏതൊരു രക്ഷിതാവിനും അവരോരോ കുട്ടികളെ പറ്റി കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട രീതിയിൽ നമ്മുടെ സാർമാർ നമ്മുടെ ഈ ഒരു സ്കൂളിൽ മാത്രം സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ഒരു സിസ്റ്റം. പഠിതാവ്, ടീച്ചർ,
രക്ഷകർത്താവ്, പൊതുസമൂഹം എന്നിങ്ങനെ വിവിധ തലങ്ങളിൽ നിൽക്കുന്നവരെ നിരന്തര വിലയിരുത്തൽ പ്രക്രിയയുടെ പങ്കാളികളും പ്രയോക്താക്കളുമാക്കി ഉയർത്തുന്ന ഇത്തരമൊരു വിലയിരുത്തൽ സമീപനത്തിലൂടെ ഈ വിദ്യാലയം തങ്ങളുടെ ഗുണമേന്മ ഉയർത്തുകയും സ്വീകാര്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുകയാണ്. ക്ലാസ് മുറിയിലെ കുട്ടിയുടെ ഓരോ പ്രവർത്തനത്തെയും അനുക്രമമായി വിലയിരുത്തുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നതിലൂടെ കുട്ടിയുടെ വളർച്ചയ്ക്ക് വഴിയൊരുക്കുവാൻ ഈ വിദ്യാലയം നടത്തുന്ന ശ്രമങ്ങൾ അനുകരണീയമാണ്.